നമ്മളിന്ന് ദൈവത്തിന്റെ മാർഗം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിലൊന്ന് പരിശോധിക്കുകയാണ്. കയ്യിലുള്ള ഈ സ്രോതസ്സുകൾ യഥാർത്ഥ വിശ്വാസം എന്താണെന്നും അത് വെറുതെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതെ, അതായത് ദൈവത്തിലും അവന്റെ ദൂതനിലും ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുക, എന്നിട്ട് പിന്നെ തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ ശ്രമിക്കുക. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അല്ലേ? അതെ അതെ. അവിടെ ഒരു പ്രധാനപ്പെട്ട വേർതിരിവ് വരുന്നുണ്ട്. വെറുതെ ഒരു പ്രഖ്യാപനം പോരാ, അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. ആ ഒരു പ്രതിബദ്ധത അത് തെളിയിക്കപ്പെടണം. ഈ പറയുന്ന ഗ്രാമീണ അറബികളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അത് തന്നെ. അവരോട് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഖുർആൻ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ആ ഒരു ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ ഈമാൻ, ആ യഥാർത്ഥ വിശ്വാസം, അത് ഹൃദയത്തിൽ പ്രവേശിക്കാൻ ഇനിയും സമയമെടുക്കും. അതിന് വേറെ കടമ്പകളുണ്ട്. വെറും കീഴ്വഴങ്ങലല്ല കാര്യം. അപ്പോ അതാണ് വ്യത്യാസം. ശരി. അപ്പോ ഈ യഥാർത്ഥ വിശ്വാസം തെളിയിക്കപ്പെടണം എന്ന് പറയുമ്പോൾ അവിടെയാണോ ഈ പരീക്ഷണത്തിന്റെ കാര്യം വരുന്നത്? അതെ, അവിടെയാണ്. ദൈവം പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ പരീക്ഷണം? കൃത്യമായി ഈ സ്രോതസ് പറയുന്നത് അതാണ്. ആരാണ് അവന്റെ മാർഗത്തിൽ ശരിക്കും കഷ്ടപ്പെടുന്നത്, ആരാണ് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാൻ. ശരി. അപ്പോ നിങ്ങളുടെ ആ വിശ്വാസത്തിന്റെ അവകാശവാദമുണ്ടല്ലോ, അത് എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന് അളക്കപ്പെടും. ഓക്കെ, ഇവിടെ ഈ സമരം അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കുറച്ചുകൂടി വിശാലമാണോ? തീർച്ചയായും. അത് ദൈവമാർഗത്തിലുള്ള എല്ലാ തരം പ്രയത്നങ്ങളെയും സൂചിപ്പിക്കാം. ശാരീരികവും ആത്മീയവുമായ കഠിനാധ്വാനം, അത് വെറും യുദ്ധം മാത്രമല്ല, തിന്മയോടുള്ളൊരു പോരാട്ടം കൂടിയാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു നിരന്തര ശ്രമം. ഇത് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ. നല്ല ചോദ്യമാണ്. അത് വെറും വാക്കുകളല്ലല്ലോ, അതൊരു പ്രതിജ്ഞയാണ്, അല്ലേ? അതെ. അപ്പൊ ആ പ്രതിജ്ഞയുടെ ഭാഗമാണ് ഈ പരീക്ഷണങ്ങളെ നേരിടാനുള്ള ഒരു സന്നദ്ധത. കാരണം നിങ്ങളുടെ യജമാനനായ ദൈവം നിങ്ങളുടെ ആത്മാർത്ഥത പരിശോധിക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നു. നിങ്ങൾ ശരിക്കും ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ ചെറിയൊരു കാറ്റ് വരുമ്പോ വീഴുമോ എന്ന് വ്യക്തമാക്കാനാണ് ഈ പരീക്ഷണങ്ങൾ. അപ്പോ വിശ്വാസത്തിന്റെ ആഴം അളക്കാനുള്ളൊരളവുകോൽ. അതെ അതെ. ശരി. അപ്പോ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിനും ഈ പറയുന്ന പ്രയത്നവും സഹനവും ഒക്കെ ആവശ്യമാണെന്നാണോ? അതായത് ദൈവമാർഗത്തിൽ ആരാണ് സമരം ചെയ്യുന്നത്, ആരാണ് ക്ഷമിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാതെ സ്വർഗപ്രവേശനം എളുപ്പമാകില്ല. അപ്പൊ ആ ഒരു തെളിവ് വേണം, പ്രവൃത്തിയിലൂടെയുള്ള തെളിവ്. അതെ അതെ. നിങ്ങളുടെ അവകാശവാദം തെളിയിക്കപ്പെടണം. നമ്മൾ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. എങ്ങനെ? ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥനെ തൃപ്തിപ്പെടുത്താനും നമ്മൾ എത്ര ശ്രദ്ധിക്കും, അല്ലേ? എത്ര കഷ്ടപ്പെടും. ശരിയാണ്. അത്രയും ഒരു ആത്മാർത്ഥത, അത്രയും ഒരു പരിശ്രമം നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ കാണിക്കുന്നുണ്ടോ? അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ലൗകികമായ കാര്യങ്ങൾക്ക് കൊടുക്കുന്നൊരു ശ്രദ്ധ, ഒരു ഊർജം, മറ്റുള്ളവരുടെ പ്രീതി നേടാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത, അത് ദൈവത്തിന്റെ പ്രീതി നേടുന്ന കാര്യത്തിൽ കാണിക്കാറില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഒരു ചെറിയ അംശം പോലും ഉണ്ടാവില്ല. അതാണ് സത്യം. അപ്പൊ ഈ സ്രോതസ്സുകൾ ശരിക്കും ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത് വെറുമൊരു വാക്കോ അല്ലെങ്കിൽ മനസ്സിലൊരു ചിന്തയോ മാത്രമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, ത്യാഗങ്ങളിൽ, ദൈവമാർഗത്തിലുള്ള നിരന്തരമായ പ്രയത്നത്തിലൊക്കെ തെളിഞ്ഞു കാണണം. കറക്റ്റ്. പരീക്ഷണങ്ങൾ വരും, പ്രയാസങ്ങളുണ്ടാവും, അതെല്ലാം ഈ യാത്രകളുടെ ഭാഗമാണ്. അതിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത തെളിയുന്നത്. അതെ, കൃത്യമാണ്. അപ്പോ ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ മറ്റ് ലൗകികമായ ലക്ഷ്യങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾ നൽകുന്ന അതേ അളവിലുള്ള ശ്രദ്ധ, ഊർജം, ആത്മാർത്ഥത, അത് നിങ്ങളുടെ വിശ്വാസത്തെയും ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും ശക്തിപ്പെടുത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഈ ഒരു താരതമ്യം ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ പുതിയ ചില ചിന്തകൾ കൊണ്ടുവന്നേക്കാം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചു നോക്കുക.